ഇതൊരു ചെറിയ സംഘമല്ല, ഇവർക്ക് പിന്നിൽ വലിയ രീതിയിലുള്ള ആളുകളുണ്ട്, അതിനനുസരിച്ചുള്ള പണം എത്തുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ എക്സ്പ്ലോസീവ്സ് സൂക്ഷിക്കാനും അത് വാങ്ങിക്കാനും ഒക്കെയുള്ള ആളുകൾ, അത് കൊണ്ടെത്തിക്കാനുമുള്ള ആളുകൾ ഇവർക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ കൂട്ടത്തിൽ വിദ്യാർത്ഥികളുണ്ടോ, കൂടുതൽ വനിതകളുണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അത് വരും നാളുകളിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതടക്കമുള്ള വലിയ ആശങ്കപ്പെടുത്തുന്ന ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഇട്ടുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക് അഭിലാഷ്, ഈ ജെയ്ഷെ ഭീകര സംഘടനയുടെ ആ ശൃംഖലയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഷഹീൻ ഷാഹിദിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങളടക്കം അവരുടെ സഹോദരനെ അറസ്റ്റ് ചെയ്യുന്നു, പക്ഷെ കാര്യമായിട്ട് കണ്ടെത്താനാവുന്നില്ല. അപ്പോൾ ഇത് വലിയ ഒരു നെറ്റ്വർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുൻപ് പോലും ഒരുപക്ഷെ ഈ നെറ്റ്വർക്കിന്റെ തലങ്ങൾ പ്രവർത്തിച്ചിരുന്നോ എന്നതടക്കമുള്ള അന്വേഷണങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ നടക്കുന്നുണ്ടാവുക, അല്ലേ? അപർണ, ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഈ ഒരു സംഘടന ജമാഅത്ത് ഉൽ മുമിനത്ത് എന്നാണ് അതിന്റെ പേര് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ഈ ന്യൂസ് 18 തന്നെ നമ്മൾ തന്നെ നവംബർ മാസം ഈ മാസം ആദ്യവാരം തന്നെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ, വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ്. ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഈ ഒരു ഭീകരൻ, അയാളുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇയാൾ ഈ ജമാഅത്ത് ഉൽ മുമിനത്ത് എന്ന് പറയുന്ന സംഘടനയുടെ ആളുകളുമായി വീഡിയോ കോൺഫറൻസ് അവർക്ക് അയച്ച ഒരു സന്ദേശം, ഓഡിയോ സന്ദേശമൊക്കെ നമുക്ക് ലഭിച്ചിരുന്നതാണ്. അതിൽ ഈ വിധവകൾ, അതായത് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരപ്രവർത്തനങ്ങൾ ചെയ്ത് കൊല്ലപ്പെട്ട ഭീകരന്മാരുടെ ഭാര്യമാർ, വിധവകൾ, അതുപോലെ പാകിസ്ഥാനിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾ, ഇവരെയെല്ലാം സാദിയ അസർ എന്ന് പറയുന്ന മസൂദ് അസറിന്റെ സഹോദരിയായിട്ടുള്ള സാദിയ അസറിന്റെ നേതൃത്വത്തിൽ ഒരു വനിതാ സംഘടന രൂപീകരിക്കുന്നു. അതുമായി മുന്നോട്ട് പോകാനായിട്ട് അവരെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് വനിതകളെ നേരിട്ടെത്തിക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തുന്നു. ഇത് ബഹാവൽപൂരിൽ പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ വലിയ തിരിച്ചടിയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് നൽകിയത്. അവരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ നശിപ്പിച്ചു, പ്രധാനപ്പെട്ട നേതാക്കളെ കൊന്നുകളഞ്ഞു. അതിനുശേഷം വനിതകളെ കൂടി തങ്ങളുടെ മേഖലയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജമാഅത്ത് ഉൽ മുമിനത്ത് എന്ന് പറയുന്ന സംഘടന ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയത്. അതിനുശേഷം അത് ഇന്ത്യയിലേക്ക് കൂടെ വ്യാപിപ്പിക്കാൻ അവർ നീക്കമിട്ടിരുന്നു എന്നുള്ളതിൻ്റെ നിർണായകമായ തെളിവാണ് ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന വനിതയുടെ അറസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ അറസ്റ്റിലൂടെ വലിയ രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. 35 മുതൽ 40 ലക്ഷം രൂപ വരെ ഇവർ ഫണ്ട് റൈസ് ചെയ്തു ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ. ഈ വൈറ്റ് കോളർ മൊഡ്യൂളിന്, അതായത് ഈ ഡോക്ടർമാരുടെ സംഘത്തിന് 35 ലക്ഷത്തോളം രൂപ ഇവർ സംഘടിപ്പിച്ച് സമാഹരിച്ചു നൽകി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം കിട്ടുന്നത്? ആരാണ് ഇവർ ഫണ്ട് ചെയ്യുന്നത്? ചെറിയ തോതിലോ വലിയ തോതിലോ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് പണം നൽകുന്നത്? എന്ത് പറഞ്ഞിട്ടാണ് ഇവർ ആളുകളോട് പണം ചോദിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അങ്ങനെ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ആരാണ്, അതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു അന്വേഷണത്തിൽ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. കാരണം വലിയ എന്തോ വരാനിരുന്നതിനെ തടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് ഇങ്ങനെ അങ്ങ് പോയി എന്ന് ആശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് നമ്മൾ കണ്ടെടുത്ത, നമ്മുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്ത എക്സ്പ്ലോസീവ്സിൻ്റെ അളവ് വെച്ചിട്ട് നോക്കുമ്പോൾ 2900 കിലോയോളം ഒരു സ്ഫോടക ശേഷി, വലിയ സ്ഫോടനം നടത്താനുള്ള ഈ വസ്തുക്കൾ നമ്മുടെ അന്വേഷണ സംഘം പിടിച്ചെടുത്തു എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസം നമ്മുടെ രാജ്യം ഞെട്ടിപ്പോകുന്ന, ഇതിലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകൾ നമ്മളെ കാത്തിരുന്നേനെ. പക്ഷേ ആ ഒരു സംഭവത്തിൽ നിന്നെല്ലാം നമ്മുടെ അന്വേഷണ ഏജൻസികൾ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു എന്നുള്ള അഭിമാനകരമായിട്ടുള്ള, ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി നമുക്ക് ഈ സമയം നമുക്ക് നിരീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള നടുക്കം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. അഭിലാഷ്, അപ്പോഴും ഇത് മണിക്കൂറുകളൊക്കെ ഈ കാറ് കാത്തുകിടന്നതിന് കാരണം നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ പരിശോധന ശക്തമാക്കാതിരുന്ന എന്തുകൊണ്ട് ഫലിതം, അങ്ങനെ പല ചോദ്യങ്ങളുമുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് മാറ്റി നിർത്തിയാൽ പോലും ഫോറൻസിക് പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഈ ആശയക്കുഴപ്പങ്ങൾ ഒക്കെ മാറാനുള്ള ഒരു സാധ്യം അത് ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ NSGയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രദേശത്തെ സാമ്പിളുകളെല്ലാം പരിശോധിച്ചു കൊണ്ടുപോയത്. ഈ നവംബർ 10-ാം തീയതി അന്ന് ഈ സ്ഫോടനം നടന്ന അന്ന് രാത്രി തന്നെ NIA സംഘം അവിടെ എത്തി. അതിനുശേഷം ആ മേഖല മൊത്തം കവർ ചെയ്തു. മറ്റൊരാളും അതിനകത്ത് കടക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി. അതിനുശേഷം NSG വന്നു, ഫോറൻസിക്കും NSGയും വന്നിട്ട് അതിൻ്റെ എല്ലാ സാമ്പിളുകളും പരിശോധിച്ചു. 40ഓളം സാമ്പിളുകളാണ് അവിടുന്ന് ശേഖരിച്ചത്. അതിൽ നിന്നാണ് പ്രധാനമായും ഇന്ത്യൻ സേന ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതുപോലത്തെ
ചില സ്ഫോടക വസ്തുക്കൾ അതിൻ്റെ സാമ്പിളുകൾ അവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. കാരണം അത്രയും ഇന്ത്യൻ സൈന്യത്തിന് വരെ ലഭിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇവർക്ക് എവിടുന്ന് കിട്ടി? ഡോക്ടർമാരായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ഇവർക്ക് അത് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. ഇവർക്ക് ഇത് എവിടെ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനും അതുപോലെ വ്യാജ രേഖകൾ ചമച്ച് വാങ്ങിയ കാറിനുള്ളിൽ കടത്തി ഒരു സംസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്ക് കേന്ദ്രഭരണ പ്രദേശത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും താമസിക്കുന്ന സുപ്രീം കോടതി അടക്കം നിലകൊള്ളുന്ന ഇന്ത്യയുടെ തലസ്ഥാനത്ത് അത് കൊണ്ടുവരാനും 11 മണിക്കൂറോളം അതിനകത്ത് ഇത്രയും സ്ഫോടക വസ്തുക്കളുമായി സഞ്ചരിക്കാനും ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനൊക്കെയുള്ള ഉത്തരമാണ് ഇപ്പോൾ NIA സംഘം ഉത്തരം തേടുന്നത്. ഇപ്പോൾ ഫോറൻസിക്കിന്റെ റിസൾട്ട് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ടായിരിക്കും, കുറച്ച് സമയം വേണ്ടിവരും. അതിനുശേഷമായിരിക്കും റിസൾട്ട് വരിക. അത് ഒരുപക്ഷെ നമുക്ക് മാധ്യമങ്ങൾക്ക് നേരിട്ട് ലഭിക്കില്ലായിരിക്കും. അത് നേരെ പ്രധാനമന്ത്രിക്കായിരിക്കും അത് NSD സമർപ്പിക്കുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രി തിരിച്ച് നാട്ടിലെത്തി ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകൾ ഉണ്ടെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായാൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അത് അവസാനിച്ച സാധനമല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഘട്ടം ഒരു പക്ഷേ ജെയ്ഷെ മുഹമ്മദിന്റെ കൈകൾ ഇതിന് പിന്നിലുണ്ടെങ്കിൽ ഉണ്ടായേക്കും. കാരണം അന്ന് പറഞ്ഞത് അത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞത് ഇനി ഇന്ത്യക്ക് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധമായി കണക്കാക്കുമെന്നുകൂടി അന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും NIAയും NSDയുടെയും റിപ്പോർട്ടുകൾ, ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഏറ്റവും നിർണായകമാണ് ഈ മണിക്കൂറിൽ. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. അതിൻ്റെ ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് ഇവർക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഉത്തരമാണ്.